ഹലോ ഗെയ്സ്, രാഗീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിനായി ഒരു കപ്പ് അരിയെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. നല്ല അരിയായിരിക്കണം കേട്ടോ. ഞാൻ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും അതുപോലെ നല്ല അരി എടുക്കാൻ നോക്കണേ. എന്നാലാണ് നമ്മൾക്ക് ചോറ് നന്നായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് അരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി നന്നായി അതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അരി നല്ലതുപോലെ വെന്തു. 1/4 ഭാഗമേ വേവാൻ പാടുള്ളൂ. ഇനി നമ്മൾക്ക് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. ഒരു പാത്രത്തിലോട്ട് അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ചോറ് നല്ലതുപോലെ ചൂടാറാൻ വയ്ക്കണം. അതൊരു ഫാനിൻ്റെ ചോട്ടിലോ വെച്ച് ചൂടാറാൻ വയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ചോറ് തലേദിവസം വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമായ സാധനങ്ങൾ: 3 മുട്ട, ഉള്ളിത്തണ്ട്, കാബേജ്, ക്യാപ്സിക്കം, സബോള, ബീൻസ്, ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ നന്നായി അരിഞ്ഞ് എടുത്ത സാധനമാണ്. ഇനി ഒരു പാൻ വയ്ക്കാം. അതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ചിക്കിയെടുക്കാം. മുട്ട നല്ലതുപോലെ ചിക്കിയെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൂടിയും ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളകായിരിക്കണം. പച്ചമുളകും വെളുത്തുള്ളിയും ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് സ്മെല്ല് വന്ന ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പിന്നെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട് ഞാൻ ലാസ്റ്റേ ഇടുന്നുള്ളൂ. ഇത് അധികം വേവാൻ പാടില്ല, കുറച്ച് വേവാനേ പാടുള്ളൂ. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം നമ്മൾക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലോട്ട് മുട്ട ചിക്കി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. ചോറെല്ലാം ചൂടാറി നല്ലതുപോലെ തണുത്തു. ഇനി നമുക്ക് ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ. ഇങ്ങനത്തെ മരത്തിൻ്റെ കയ്യിലാണ് കേട്ടോ ഇളക്കാൻ നല്ലത്. സ്റ്റീലാണെങ്കിൽ ചോറെല്ലാം പൊടിയും. ഇത് പൊടിയൊന്നുമില്ല, നല്ലതുപോലെ മിക്സ് ചെയ്ത് വരും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ
പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു ഫുഡാണിത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഉള്ളിത്തണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് തരണം, കമൻറ്റും പറയണം. ഓക്കെ, താങ്ക് യു.